പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപകരണത്തെ പറ്റിയാണ്. എർത്ത് ഓഗർ. കുഴി കുഴിക്കാനും വാഴക്കുഴി കുഴിക്കാനും എല്ലാത്തിനും പറ്റി യോജിച്ച ഒരു ഉപകരണമാണ് എർത്ത് ഓഗർ. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. ആ ഉപകരണം കൊണ്ട് നമുക്ക് കുഴി കുത്താനൊക്കെ പറ്റും. അത് പല വലുപ്പത്തിൽ 12 ഇഞ്ച് വ്യാസം വരെ കിട്ടുന്ന അതിൻ്റെ ബിറ്റുകളുണ്ട്. 4 ഇഞ്ച് മുതൽ 4, 6, 8, 10, 12 ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു തൂണൊക്കെ കുഴിച്ചിടേണ്ട കുഴിയൊക്കെ ആണെങ്കിൽ ഒരു 6 ഇഞ്ച് വലുപ്പം മതി. വാഴക്കുഴി അങ്ങനെയുള്ള കുഴിയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് 12 ഇഞ്ച് വലുപ്പമുള്ള ബിറ്റ് വേണം. അപ്പോൾ അതാണ് ഇതിൻ്റെ. വളരെ ഈസിയാണ്, നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ പെട്ടെന്ന് കുഴിയെടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ. ഇതാണ് നമ്മുടെ ഉപകരണം. നമ്മളിപ്പോൾ ഒരു കുഴി കുഴിച്ച് നമ്മളിപ്പോൾ ഇവിടെ തൂണ് കുഴിച്ചിടാൻ വേണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 1.5 അടി താഴ്ച വരെ, 1.5-2 അടി വരെ താഴ്ച നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് കുഴിയെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. ഇത് കല്ല് ഉള്ളിടത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കല്ല് ഇതിൻ്റെ ഈ ബിറ്റിന് ഇടകൂടെ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില സമയത്ത് ലോഡ് കൂടുമ്പോൾ ഇതിൻ്റെ ഗിയർ ഇത് ഡൗൺ ആവും, അന്നേരം ന്യൂട്രാവും. അപ്പോൾ നമ്മൾ അന്നേരം വീണ്ടും ഇതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ പിടിക്കുള്ള കേബിളുണ്ട്. കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം വീണ്ടും നമുക്കത് സാധാരണ പൂർവ്വസ്ഥിതിയിലേക്ക് കിട്ടും. ഇത് 2 സ്ട്രോക്ക് എൻജിനാണ്. അപ്പോൾ 2 സ്ട്രോക്ക് എൻജിനൊക്കെ നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ അതിന് എൻജിൻ ഓയിൽ പ്രത്യേകിച്ച് കൊടുക്കേണ്ടതായിട്ടില്ല. അത് നമ്മൾ ട്യൂട്ടിയുടെ ഓയിൽ നമ്മൾ 1 ലിറ്ററിന് 20 ml എന്ന രീതിയിൽ നമ്മളിതിനകത്ത് പെട്രോളിൽ നമ്മൾ ഇതിനകത്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഒരു കാരണവശാലും നമ്മൾ ഈ പെട്രോളിൽ ഓയിൽ ചേർക്കാതെ ഉപയോഗിക്കരുത്. അത് എൻജിന് ഇതിൻ്റെ ഈ ചോക്ക് ഇത് ഈ സിസ്റ്റത്തെയൊക്കെ തകരാറാക്കും. അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4,500 രൂപ മുടക്ക് മുതൽ വരും ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ കമ്പനി പറയുന്നത് ഒരിക്കലും പെട്രോളിൽ കൂടുതൽ കാലം, ഇപ്പം ഒരു ആൾ വിചാരിക്കുക 10 ലിറ്റർ പെട്രോൾ വാങ്ങി ഒരു 200 മില്ലി അങ്ങ് ചേർത്ത് വെച്ചേക്കാം, അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇത് നമ്മൾ ഉപയോഗിച്ച് അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നിപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞാൽ തന്നെ നമ്മളതിനകത്ത് പെട്രോൾ ബാക്കിയുണ്ടോ, ആ പെട്രോൾ ഊറ്റിയെടുക്കണം. പെട്രോളിനകത്ത് വെക്കാൻ പാടില്ലെന്നാണ് കമ്പനി പറയുന്നത്. അത് വീണ്ടും തകരാറിലേക്ക് സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഉപകരണമാണ് ഇത്. ഹുക്സ്വർണയുടെ ആണ്. പല കമ്പനിയുടെ കമ്പനിയുടെ എർത്ത് ഓഗർ നമുക്ക് ലഭ്യമാണ്. അപ്പം ഇതിന് ആൾക്കാർ മൊത്തത്തിൽ നമ്മൾ പലരോടും അന്വേഷിച്ചപ്പോൾ നമുക്ക് ഹുക്സ്വർണയാണ് കുറച്ച് ബെറ്ററായിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് അതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി ഇതാണ്. ഇത് ചോക്കാണ്. ചോക്ക് വലിച്ചു വെക്കണം. ചോക്ക് ഇങ്ങോട്ട് വലിച്ചു വെച്ച ശേഷം മേലോട്ട് വലിച്ച ശേഷം നമ്മൾ സ്വിച്ച് ഓണാക്കുകയാണ്. ഇതിപ്പോൾ സ്വിച്ച് ഓഫിലാണുള്ളത്. സ്വിച്ച് മേലോട്ടാക്കി കഴിഞ്ഞാൽ ഓണായി. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേബിൾ വലിക്കുക. അപ്പോൾ ഉണ്ടോ നോക്കണം. അപ്പോൾ സ്റ്റാർട്ടായി. വേറെ കാര്യം ചെയ്യേണ്ടത്, ചിലപ്പോൾ എണ്ണ താഴോട്ട് പോകുക. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യണം. ഒരു ബട്ടൺ കണ്ടോ, എണ്ണ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി ഒരു ഇതുണ്ട്, റബ്ബർ ബട്ടണാണ്. അത് പ്രസ് ചെയ്താൽ എണ്ണ ഇതിനകത്ത് വലിഞ്ഞ് ഇതിനകത്ത് കാർബറേറ്ററിലേക്ക് വരും. പിന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ ബട്ടണിനെ വിരൽ പിടിച്ചിങ്ങനെ അമർത്തി പിടിക്കുക. എന്നിട്ട് താഴെ ഒരു ബട്ടണുണ്ട് ഉണ്ടോ, ഇത് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ, ഇത് ബിറ്റ് കറങ്ങുള്ളൂ. അത് പെട്രോൾ ഒഴിക്കേണ്ടതാണ്. 1 ലിറ്റർ കൊള്ളുന്ന ടാങ്കാണിത്. പിന്നെ ഇതാണ് അതിൻ്റെ ബിറ്റ് പിടിപ്പിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ബിറ്റ് ഇതിനകത്ത് ഇട്ടിട്ട് ബോൾട്ടിട്ട് അത് ഇതിനകത്ത് ക്ലാമ്പിട്ട് ഇതിങ്ങനെ ടൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തൂടെ ഇത് മാറ്റാൻ പറ്റുന്നതാണ്. ഇത് ഊരിയിട്ട് നമുക്ക് ഏത് സൈസ് വലുപ്പത്തിലുള്ള നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്ക് ലോഡ് കൂടുമ്പം ഇതിൻ്റെ ഈ ലിവർ ഇങ്ങോട്ട് വരും ഇങ്ങനെ. അപ്പോൾ അത് അന്നേരം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ന്യൂട്രാകുവാണ്. ഗിയർ ന്യൂട്രായി കഴിഞ്ഞാൽ അന്നേരം നമ്മളിവിടെ ഇതുണ്ടല്ലോ, ഈ കേബിളിൻ്റെ ഇതിൽ പിടിച്ചിട്ടൊന്ന് അമർത്തിയാൽ മതി. അമർത്തി കഴിയുമ്പോൾ അത് ഫ്രീ ആയിട്ട് ഗിയറിലേക്ക് തന്നെ വരും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനത്തേക്ക് ഓരോന്ന് വീട്ടിൽ കരുതി വയ്ക്കുക.
നമ്മൾ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കല്ല് ഇല്ലാത്ത മണ്ണിലൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുഴി കുഴിക്കാനും മറ്റുള്ള ഇപ്പോൾ ഒരു തൂണ് കുഴിച്ചിടണം, അല്ലെങ്കിൽ ഒരു വാഴക്കുഴി കുത്തണം, തെങ്ങുകുഴി കുത്തണം. തെങ്ങുകുഴി കുത്തണം 2-3 കുഴി ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് അത് ഉപയോഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ ജോലിക്കാരെ ഒക്കെ ഇന്നത്തെ കാലത്ത് ലഭിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനത്തൊക്കെ മെഷീനൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും കരുതി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.